ഹായ്. അപ്പോൾ ഇത്തവണത്തെ യാത്ര ദുബൈക്കാണ്. അപ്പോൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്തൊരു യാത്രയാണ്, പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ തലേന്ന് 6 മണിക്കുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ദുബൈക്ക് പോകണം, കുറച്ച് പേപ്പറൊക്കെ സൈൻ ചെയ്യാനുണ്ട്. അതിന് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തായിരുന്നു. തലേന്ന് തന്നെ ഓൺലൈൻ തന്നെ ചെയ്തത്. അപ്പോൾ 16,500 രൂപ ടിക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ ഞാൻ പോയായിരുന്നു. 6 മണിക്ക് താമസിച്ചാണ് ഞാൻ എണീറ്റത്. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 10:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നേരെ ഞാൻ പോയത് ലോഞ്ചിലേക്കാണ്. ലോഞ്ചിൽ നമ്മുടെ കാർഡുമായിട്ട് നേരെ കണ്ട് ചെന്ന് കുറച്ച് ഫ്രൂട്ട്സും നമ്മുടെ ദേശീയ ഭക്ഷണമായ പുട്ടും കടലയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതും നോക്കി കഴിക്കുകയും ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ല ഭക്ഷണമുണ്ട്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ലോഞ്ച് നല്ല ലോഞ്ചാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുബായ് ലോഞ്ച് നല്ലതാണ്. അപ്പോൾ ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രയോറിറ്റി പാസ് കൊണ്ട് റാക്ക് ബാങ്കിൻ്റെ ഉണ്ട്. പ്രയോറിറ്റി പാസ്സാണ് ഏറ്റവും നല്ലൊരു ഇത്. നിങ്ങൾ എടുക്കണമെങ്കിൽ ഈ പ്രയോറിറ്റി പാസ് നോക്കി എടുക്കണം. HDFCയുടെ തന്നെയാണ് അത് ഉണ്ടായാലും വേൾഡിൽ പോകുമ്പോൾ ആ പാസുകൾ എടുക്കുള്ളൂ ലോഞ്ച്. അതുപോലെ തന്നെ ഇത് റാക്ക് ബാങ്കിൻ്റെ ഉണ്ട്. റാക്ക് ബാങ്കിൻ്റെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് ഒരാളെ കൂടി ആഡ് ചെയ്യുകയും ചെയ്യാം ഈ റാക്ക് ബാങ്കിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം ലോഞ്ച് ആക്സസ് നമുക്ക് എവിടെയും ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ അൺലിമിറ്റഡ് ആണ് ആ കാർഡുള്ളത്. എന്തായാലും ഫുഡൊക്കെ നല്ലതായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ എന്താ പറയണത്, ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. നമ്മൾ എല്ലാ സാധനവും അവിടെ ഇതാണ് കേട്ടോ. നമുക്ക് ദോശ വേണമെങ്കിൽ ദോശ എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു സുഹൃത്തൂടെ ഇരിപ്പുണ്ടായിരുന്നു, ഷാനവാസ്. നമ്മളുടെ ഷാനവാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിം സ്റ്റാറിനൊക്കെ മമ്മൂട്ടി മോഹൻലാൽ എല്ലാവരെയും ഇനാഗ്രേഷന് കൊണ്ടുവന്ന് കൊടുക്കലാണ്. അപ്പോൾ ദുബൈയിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്, അതിന് പോണതാണ്. അപ്പോൾ എന്തായാലും നെടുമ്പാശ്ശേരിയിലേക്ക് നേരെ വന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് നമ്മളെ എമിറേറ്റ്സിൽ എക്കണോമി എടുത്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എന്താ പറയുക, എനിക്കൊരു സ്പേസ് വേണം. അതായത് ഇങ്ങനെ ലെഗ് പേസ് കിട്ടും. അപ്പോൾ 2,500 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സംഭവം കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണ്ടല്ലേ, ചിലവർക്കിത് ചിലർക്ക് കൊടുക്കാറുണ്ട്, നമ്മളത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അപ്പോൾ നേരെ പോവുകയാണ്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൽ ഫുഡ് വന്നായിരുന്നു. ഫുഡ് വന്നപ്പോൾ ഗ്രീൻ റൈസ് ഫിഷ് കറിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡ് ഇച്ചിരി നേരെ ഇരുന്ന് കാണുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇവിടെ എത്തി. 4 മണിക്കൂർ ശേഷം ദുബൈയിൽ എത്തിയായിരുന്നു. ദുബൈയിൽ ഇങ്ങനെ എത്തി നേരെ ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നല്ല ഭംഗിയാണ്, എയർപോർട്ടിൻ്റെ ഉള്ള വശമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. നേരെ സ്മാർട്ട് ഗേറ്റ് വഴിയാണ് നമ്മുടെ എമിറേറ്റ്സ് ID വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് പോകാം, ആ ഒരു ഇതാണ്. അതിനുശേഷം നമ്മുടെ ടാക്സിയിലേക്ക് കയറിയാണ്. ഒന്ന് ടാക്സി പിടിച്ച് നേരെ പോകും. ആരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ടാക്സി പിടിച്ചാൽ നേരെ അവിടെ ഒരു 80 ദിറംസൊക്കെ വരുള്ളൂ. നമ്മൾ അവിടെ എത്തും. നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ സഫാരി മാളിൽ നിന്ന് എനിക്ക് കീയും നമ്മുടെ മാനേജർ മനാഫോണിൽ നിന്ന് കീയും നമ്മളുടെ കുറച്ച് ഫ്രൂട്ട്സും സലാഡും ഒരു ആപ്പിളും കൊണ്ട് തന്നു. കാര്യം എനിക്ക് അന്ന് കഴിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിലെത്തി, നേരെ റൂമിലേക്ക് ചെല്ലിയാണ്, ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഫ്ലാറ്റും അത്യാവശ്യം നല്ല വൃത്തിയുള്ളതാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ബഹിജാട് എൻ്റെ മോളുടെ കൂട്ടുകാരിയൊക്കെ ഇവിടെ ഇരുന്നിട്ട് ബഹിജാക്ക് എന്തെന്നൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് റൂം ഞാൻ തലേന്ന് തന്നെ നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു, മാനേജറോട് പറഞ്ഞപ്പോൾ ആളെ കൊണ്ടുവന്നിട്ട് ക്ലീൻ ആക്കിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയും ഇവിടെ ഇട്ട് കിടപ്പുണ്ട് കേട്ടോ, പൊതിഞ്ഞ് കിടക്കുകയാണ്. വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ ദിവസം സർവീസിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് 1 മാസം അവിടെ കിടക്കണതിന് അവർ 2,500 ദിറംസ് പാർക്കിംഗ് ഫീസ് മേടിച്ചു. അതാണ് എൻ്റെ കിളി പോയത്. അത് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ നാട്ടിലായത് കൊണ്ടിട്ട് അവരറിഞ്ഞില്ലായിരുന്നു. ഈ ഒരു സ്റ്റിക്കറൊക്കെ പോയത് കൊണ്ടിട്ട് അത് ഒന്ന് റെഡിയാക്കണം. സ്വിച്ചും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് കൊടുത്തേച്ചതായിരുന്നു. അവർ മെയിൽ അയച്ചെന്നാണ് പറഞ്ഞത്. എന്തായാലും വണ്ടിയുണ്ട്, ഇതിനൊക്കെ ആയിട്ടൊന്ന് റൈഡ് പോകാനായിട്ട് ആഗ്രഹം. കുറച്ച് റൈഡ് ചെയ്യണം. ഇവിടെ നല്ല ചൂടാണ്, അതാണ് ഒരു പ്രശ്നമുള്ളത്. എന്തായാലും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്, വെറുതെ ഒരു വ്ളോഗ് എടുത്ത് പോകുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.